ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിലെ ഷോർട്ട് വീഡിയോസിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്ററായ കെമിക്കൽ ചേഞ്ചസ്, അതിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. തുടങ്ങാം. എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഓർമ്മിച്ച് വെച്ചോടാ, കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ രാസമാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഫിസിക്കൽ ചേഞ്ച്, അതേപോലെ തന്നെ കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ, ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഓൺലി ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വിത്തിൻ ദ സബ്സ്റ്റൻസ് ചേഞ്ചസ്. അതായത് ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ തന്മാത്രകളുടെ ക്രമീകരണം മാത്രമാണ് മാറുന്നത്. അങ്ങനെയുള്ള ചേഞ്ചിനെ പറയുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയാടാ. മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുകുന്നത്. അതേപോലെ തന്നെ ഐസ് മെൽട്ടാവുക, ഐസ് ഉരുകി വാട്ടറായി മാറുന്നു. ഇതൊക്കെ എന്തിൽ പെടുന്നുണ്ട്? ഫിസിക്കൽ ചേഞ്ചിൽ പെടുന്നതാണ് കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? ടെമ്പററി ചേഞ്ചാണ്, താൽക്കാലികമായ മാറ്റമാണ് ഇതൊക്കെ. മെഴുക് ഉരുകുന്നതും വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ഐസ് ഉരുകി വെള്ളമായി മാറുന്നതൊക്കെ എന്താണ്? ടെമ്പററി ചേഞ്ച് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഫിസിക്കൽ ചേഞ്ച്. എക്സാമ്പിൾസ് കുറേ ഉണ്ട്, തൽക്കാലം ഞാൻ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ പഠിക്കണം. ഓക്കെ, രണ്ടാമത്തെയാണ് അത് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കിയാൽ, വൺ സബ്സ്റ്റൻസ് ഗെറ്റ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ സബ്സ്റ്റൻസ്. രാസമാറ്റത്തിൽ പദാർത്ഥം പുതിയൊരു പദാർത്ഥമായിട്ട് മാറുന്നുണ്ട്. അതാണെന്ത്? നമ്മുടെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ ബേണിംഗ് ഓഫ് വുഡ്, മരം അല്ലെങ്കിൽ മരത്തടി കത്തിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പാല് പുളിച്ച് തൈരാകുന്നത്. മിൽക്ക് എന്തായി മാറുന്നു? കേടായി മാറുന്നു. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? കെമിക്കൽ ചേഞ്ചസിൽ പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കെമിക്കൽ ചേഞ്ച് എന്താണ്? പെർമനൻ്റ് ചേഞ്ച് ആണ്. ഓക്കെ, സ്ഥിരമായിട്ടുള്ള മാറ്റമാണ് എന്ത്? നമ്മുടെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കട്ടെ മക്കളെ. കണ്ട, പെർമനൻ്റ് ചേഞ്ച് ആണ്. അതുപോലെ ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലോ ടെമ്പററി ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫിസിക്കൽ ചേഞ്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, തെർമോ കെമിക്കൽ റിയാക്ഷൻ, താപരാസപ്രവർത്തനം എന്ന് പറയും. അതേപോലെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശ രാസപ്രവർത്തനം. മൂന്നാമത്തെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, വൈദ്യുത രാസപ്രവർത്തനം. പിന്നെ രണ്ട് എക്സ്ട്രാ പഠിക്കാനുണ്ട്, എൻഡോർജിക്കും അതേപോലെ എക്സോർജിക്കും. ഊർജ്ജ ആഗിരണ പ്രവർത്തനം, അതേപോലെ ഊർജ്ജ മോചക പ്രവർത്തനം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ. ഇതിൻ്റെ പ്രത്യേകത ഞാൻ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ തെർമോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ, ഈ തെർമോ എന്ന് പറയുന്ന ആൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം മക്കളെ? ഹീറ്റുമായി ബന്ധപ്പെട്ടതാണ്, താപമായിട്ട്. അതേസമയം ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലൈറ്റ്, പ്രകാശമാണ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു വൈദ്യുതിയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? തെർമോ താപം, ഹീറ്റ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി. ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പ്രത്യേകത, ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മളീ പറഞ്ഞ സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്താണ് ബന്ധമെന്ന് പറഞ്ഞാൽ ഹീറ്റല്ലേ, താപമല്ലേ വരുന്നത്. അപ്പോൾ ഒന്നുകിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് താപത്തിനെ അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, അബ്സോർബ് ചെയ്തുകൊണ്ടായിരിക്കും റിയാക്ഷൻ നടക്കുക. അതല്ലെങ്കിലോ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ കേസിലും വരുന്നത്, പ്രകാശ രാസപ്രവർത്തനത്തിൻ്റെ കേസിലും. അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്നുകിൽ ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ആവും, പ്രകാശം ഉണ്ടാകും. അതല്ലെങ്കിലോ ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ആ റിയാക്ഷൻ നടക്കുക, പ്രകാശത്തിനെ ആഗിരണം ചെയ്തുകൊണ്ടാണ് ആ പ്രവർത്തനം നടക്കുന്നത്. ഇനി ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ വരുന്നത്. ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒന്നുകിൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്, ഐ മീൻ യൂട്ടിലൈസിങ് ഇലക്ട്രിസിറ്റി. അതല്ലെങ്കിലോ ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും, വൈദ്യുതി ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായി പഠിച്ചു പോകാം. ഓക്കെ, ഫസ്റ്റ് വേണമെന്ന് നോക്കിയാൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ. അത് തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് എക്സോതെർമിക് റിയാക്ഷൻ, താപമോചകം. അതേപോലെ എൻഡോതെർമിക് റിയാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹീറ്റ് ഒന്നുകിൽ അബ്സോർബ് ചെയ്യും, എന്നിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക. അതല്ലെങ്കിലോ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റിനെ പുറത്തേക്ക് വിടും. അതിൻ്റെ ബേസിലാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റൊക്കെ ആലോചിക്കുക, എന്താണ്?
പുറത്തേക്ക് വിടാന്ന് അർത്ഥം. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കണ്ടപ്പെട്ടെന്ന് മനസ്സിലാവും, താപമോചകം, ഹീറ്റിനെ റിലീസ് ചെയ്യാം. അപ്പോൾ ഹീറ്റിനെ റിലീസ് ചെയ്തുകൊണ്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് എന്ത്, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് എന്ത്, എൻഡോതെർമിക് എന്ന് പറയുക, താപ ആഗിരണം, താപത്തിനെ ആഗിരണം ചെയ്തുകൊണ്ട് നടക്കുന്ന രാസപ്രവർത്തനം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എക്സോതെർമിക് റിയാക്ഷൻ ആണ് ആദ്യം പഠിക്കാനുള്ളത്. താപമോചക പ്രവർത്തനം എന്താണെന്ന് നോക്കിയടാ. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് എന്ത്, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം, താപമോചക പ്രവർത്തനങ്ങൾ. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഐഡിയ കിട്ടിയല്ലോ അല്ലേ? നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. അതാ നോക്കിയടാ, ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ HCl എടുത്തിട്ടുണ്ട്, നമ്മൾ ഡയലൂട്ട് HCl നമ്മൾ എടുത്തിട്ടുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട് ടെസ്റ്റ് ട്യൂബിൽ കേട്ടോ. അതിലേക്ക് മഗ്നീഷ്യത്തിൻ്റെ റിബൺ ഇടും, മഗ്നീഷ്യം Mg, മഗ്നീഷ്യമാണ്, അതിൻ്റെ റിബൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ റിബൺ ഇടുന്ന സമയത്ത് ഇവർ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കും. എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് നമുക്ക് മനസ്സിലാവുക? അവിടെ കുറേ ബബിൾസ് ഒക്കെ വരും. മറ്റേ പപ്പടൊക്കെ എണ്ണയിൽ കിടന്ന സമയത്ത് ഇങ്ങനെ ബബിൾസിന് വരില്ല, ഇപ്പോൾ മറ്റേ വീർക്കണ പോലെ ഇങ്ങനെ ബബിൾസ് വരില്ലേ കുറേ, അതേപോലെ ബബിൾസ് വരും. ആ ബബിൾസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് മാത്രമല്ല, ഈ ടെസ്റ്റ് ട്യൂബ് നമ്മൾ കൈകൊണ്ട് പിടിക്കാറില്ല സാധാരണ, എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഹീറ്റ് ഫീൽ ചെയ്യും. ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ ചെറുതായിട്ട് ചൂട് ഫീൽ ചെയ്യും. എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എക്സോതെർമിക് റിയാക്ഷൻ ആണ്, താപമോചക പ്രവർത്തനമാണ്. കാരണം ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. നോക്കിയാൽ റിയാക്ഷൻ നോക്കാം, ഇക്വേഷൻ നോക്കിയാൽ Mg + HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ ബബിൾസിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ ബബിൾസ് ഉണ്ടാകാനുള്ള കാരണമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് ബബിൾസ് വരുന്നത്. ഹൈഡ്രജൻ്റെ ഗ്യാസ് നമുക്കറിയാം, ഗ്യാസ് ആണ് എന്ത്, ബബിൾസ് ഫോം ചെയ്യുന്ന ആൾക്കാർ, കുമിളകൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ്റെ ഗ്യാസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് പഠിച്ചാൽ മതി? ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ, താപമോചക പ്രവർത്തനമാണ്. ഓക്കെ, ദെൻ അടുത്തേക്ക് പോകാം നമുക്ക്. ഇതാ എൻഡോതെർമിക് റിയാക്ഷൻസ്, താപ ആഗിരണ പ്രവർത്തനങ്ങൾ. എന്താണെന്ന് നോക്കിയാടാ. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഹീറ്റ്, താപത്തിനെ ആഗിരണം ചെയ്യുന്നത്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എന്ത്, എൻഡോതെർമിക് എന്ന് പറയുന്നത്. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയാടാ. നമ്മളിവിടെ ചെയ്യുന്നത്രേ ഉള്ളൂ. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും, വയലറ്റ് നിറത്തിലുള്ളത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിനെ ടെസ്റ്റ് ട്യൂബിലെടുത്ത് ചുമ്മാ ഹീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അതാണ് എൻഡോതെർമിക്, താപത്തിനെ ആഗിരണം ചെയ്യാൻ അർത്ഥം. നോക്കിയേ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്തു, പ്ലസ് ഹീറ്റ്, എന്ത് സംഭവിക്കും നോക്കിയാടാ. 3 ആൾക്കാർ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് പൊട്ടാസ്യം മാംഗനേറ്റ്, രണ്ടാമത്തെ മാംഗനസ് ഡയോക്സൈഡ്, തേർഡ് വൺ ഈസ് ഓക്സിജൻ. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതെന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. കണ്ട, ഹീറ്റ് പ്ലസ് ഹീറ്റ് ആണ്. കണ്ട, ഹീറ്റ് ചെയ്യുന്നു. പ്രോഡക്റ്റിലല്ല ഹീറ്റ് വരുന്നത്, നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വി ആർ ഹീറ്റിംഗ്. ഓക്കെ, നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ആ സമയത്താണ് എൻഡോതെർമിക് പറയുക, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെയാണ് പറഞ്ഞ കാര്യം? ക്ലിയർ അല്ലേ? അങ്ങനെ നമുക്ക് അടുത്തേക്ക് പോവാം കേട്ടോ. ഓക്കെ, ദെൻ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, പ്രകാശ രാസപ്രവർത്തനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ, എന്താണ് ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ഒന്നുകിൽ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ലൈറ്റ് ഉണ്ടാകും. അതല്ലെങ്കിലോ അബ്സോർബ് ലൈറ്റ്, അബ്സോർബിങ് ലൈറ്റ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടായിരിക്കും ആ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഓർ അബ്സോർബ് ലൈറ്റ് എനർജി ആർ നോൺ ആസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. പ്രകാശം ആഗിരണം ചെയ്യപ്പെടുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശരാസ പ്രവർത്തനങ്ങൾ. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം? ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിളാണ്. എന്താണ്? വേറൊന്നല്ല, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. അവിടെ എന്താ സംഭവിക്കുന്നത്? സസ്യങ്ങൾ, നമ്മുടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യും? ആവശ്യമുള്ള വസ്തുക്കളും ഭൂമിയിൽ നിന്ന് ഒരാളെയും പിന്നെ സൺലൈറ്റിന് സഹായത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ചെറിയ ക്ലാസ്സിൽ അല്ലേ? നോക്കിയാടാ, എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മുടെ എർത്തിൽ നിന്ന് വാട്ടർ, അതുപോലെ മിനറൽസ് അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയും പിന്നെ ലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നു? കുക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പറയും, കുക്ക് ചെയ്യുന്നു പറയില്ല, അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ആരൊക്കെ ഉണ്ടാകുന്നുള്ളത് നോക്കണ്ടേ? അപ്പോൾ ഫോട്ടോസിന്തസിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണെന്ത്? പ്രകാശ സംശ്ലേഷണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം കേട്ടോ. അതായത് നോക്കിയാടാ, വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ലൈറ്റ് എന്തുണ്ടാവുന്നുണ്ട്?
ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഓക്കെ, ഇത് എന്തിന് എക്സാമ്പിളാണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശ രാസപ്രവർത്തനത്തിന്. ഓക്കെ, ഈ ഇക്വേഷൻ എന്തായാലും ഒരു 5 തവണയിൽ എഴുതി പഠിക്കണം കേട്ടോ മക്കളെ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇക്വേഷനാണ്. അപ്പോൾ ഒരു 5 തവണയെങ്കിലും ഈ ഇക്വേഷൻ എഴുതി പഠിക്കണം. ഓക്കെ, ഈ C6H12 നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ എഴുതി പഠിക്കണം. ഓക്കെ, എന്ത് ചെയ്യുന്നാൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ബയോളജി ക്ലാസ്സിൽ പഠിച്ചുള്ളതല്ലേ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമ്മുടെ കയ്യിലുള്ള സിൽവർ ബ്രോമൈഡ് കണ്ട ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും വരാം. ഇതിനെ നമ്മൾ കുറച്ച് നേരം സൺലൈറ്റിൽ വയ്ക്കുക, സൂര്യപ്രകാശത്തിൽ, അതായത് വെയിലത്ത് കൊണ്ട് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഈ ലൈറ്റ് യെല്ലോ കളറിലുള്ള സിൽവർ ബ്രോമൈഡ് ബ്ലാക്ക് കളറായിട്ട് മാറും. ഏകദേശം ഗ്രേ കളർ, ഏകദേശം ബ്ലാക്ക് ആയിട്ട് മാറും. അത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. ഓക്കെ, അതായത് സിൽവർ ബ്രോമൈഡിനെ വെയിലത്ത് വെച്ചാൽ അത് ബ്ലാക്ക് കളറായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, പ്രകാശ രാസ പ്രവർത്തനമാണ്. അപ്പോൾ എന്താണ് റീസൺ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരും. നോക്കിയാൽ വെൻ സിൽവർ ബ്രോമൈഡ് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് ടേൺസ് ബ്ലാക്ക്. കാരണം നോക്കിക്കോ, ദിസ് ഈസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് സിൽവർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡികമ്പോസിഷൻ ഓഫ് സിൽവർ ബ്രോമൈഡ്. എങ്ങനെ? ബൈ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. സിൽവർ ബ്രോമൈഡ് വെയിലത്ത് വെച്ചാൽ അത് കറുത്ത നിറമാകുന്നു. എന്താണ് കാരണം? പ്രകാശോർജം ആഗിരണം ചെയ്തതിൻ്റെ ഫലമായി സിൽവർ ബ്രോമൈഡ് വിഘടിച്ച് സിൽവർ അവക്ഷിപ്തപ്പെട്ടതാണ് ഇതിന് കാരണം. അപ്പോൾ എക്സാമിന് 2-3 ക്വസ്റ്റ്യൻ വരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം ദ സാൾട്ട് വിച്ച് ടേൺസ് ഇൻ ബ്ലാക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്നൊക്കെ ചോദിക്കും. സൂര്യപ്രകാശത്തിൽ കറുത്ത നിറമാകുന്ന ലവണം ഏത്, സോൾട്ട് ഏതെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് വേണം? സിൽവർ ബ്രോമൈഡ്. വാട്ട് ഈസ് ദ റീസൺ? എന്താണ്? സിൽവർ ബ്രോമൈഡ് ഡികമ്പോസ് ചെയ്ത് സിൽവർ ആയിട്ട് മാറിയത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനൊക്കെ എന്തായാലും അതിന് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ദെൻ അതേപോലെ തന്നെ വേറൊരു ചോദ്യമാണെന്ത്? സെർട്ടൻ മെഡിസിൻസ് ആൻഡ് കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ബ്രൗൺ ബോട്ടിൽസ്. വൈ? അതായത് ട്രാൻസ്പാരൻറ്റ് ബോട്ടിലുകളിൽ മരുന്നുകൾ സൂക്ഷിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന്? കാരണം ഇത്രയേ ഉള്ളൂ, ട്രാൻസ്പാരൻറ്റ് ബോട്ടിലാണെന്ന് കരുതാം. ട്രാൻസ്പാരൻറ്റ് ബോട്ടിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് സൺലൈറ്റ് കടക്കും, അല്ലെങ്കിൽ സൂര്യപ്രകാശം കടക്കും, ലൈറ്റ് കടക്കും. ലൈറ്റ് കടന്നെന്ന് സംഭവിക്കുക, ആ ലൈറ്റും ഉള്ളിലുള്ള മരുന്നും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട്, മെഡിസിൻ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ആ മെഡിസിൻ കേടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കിയാൽ ആൻസർ നോക്കിയാൽ ദ മെഡിസിൻസ് ആൻഡ് കെമിക്കൽസ് സ്റ്റോർഡ് ഇൻ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽസ് അണ്ടർഗോ റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ദയർ ക്വാളിറ്റി ഈസ് ലോസ്റ്റ്. പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ. ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ സംഭവിക്കും, സൺലൈറ്റ് എളുപ്പത്തിൽ അകത്ത് കിടന്നിട്ട് ആ മരുന്നും അതേപോലെ സൺലൈറ്റ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ചിലപ്പോൾ മരുന്ന് കേടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രൗൺ ബോട്ടിലിൽ സൂക്ഷിക്കുന്നു. ഓക്കെയാണ് പറഞ്ഞ കാര്യം. ഇതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചു പൊളിച്ച് പഠിക്കാം. ഓക്കെ, സെറ്റല്ലേ? ദെൻ അപ്പോൾ നമ്മുടെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞു. അടുത്തതാണെന്ത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ വരും. എന്താണ്? ഒന്നുകിൽ ഇലക്ട്രിസിറ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റിയാക്ഷൻ നടക്കും, അതല്ലെങ്കിലോ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ്, ദാറ്റ് മീൻസ് യൂസ് ചെയ്യുക, ഉപയോഗിക്കാൻ നടന്നു, കൺസ്യൂംഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഉണ്ടാകാം, ആർ നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങളെന്ന് പറയുന്നു. കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് ഓർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ ആണോ? 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം. രണ്ടാമത്തെ ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഓക്കെ, ഈ 2 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. നമുക്കതിൻ്റെ ഫുൾ കെമിസ്ട്രിയിലേക്ക് പോകണ്ട, ജസ്റ്റ് എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇതാ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നു. ഇതാ നോക്കിയടാ, എൻ്റെ കയ്യിൽ ഒരു സിൽവറിൻ്റെ സ്പൂണുണ്ട്, ഇവിടെ വേറൊരു സ്പൂണുണ്ട്, കോപ്പർ. കളർ ചേഞ്ച് ചെയ്യണ്ട ഇവിടെ. എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കോപ്പറിൻ്റെ സ്പൂണിൻ്റെ മേൽ എന്ത് ചെയ്യാൻ പറ്റും? സിൽവറിൻ്റെ കോട്ടിങ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റേ മുക്കുപണ്ടെന്ന് പറയും, റോൾഡ് ഗോൾഡ് എന്നൊക്കെ പറയും. അത് ചെമ്പിൻ്റെ മേൽ ഗോൾഡ് കോട്ട് ചെയ്തത് കണ്ടാൽ ഗോൾഡിൻ്റെ ഓർണമെൻ്റാന്ന് തോന്നും, പക്ഷേ ആക്ച്വലി എന്തല്ല, ഗോൾഡ് അല്ല. അതേ ഒരു ഐഡിയ. ഇവിടെ നമ്മൾ കോപ്പറിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? സിൽവറിൻ്റെ കോട്ടിങ് കൊടുക്കും. അതായത് ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യാം. ഓക്കെ, കോട്ടിങ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ. എങ്ങനെയാണെന്നറിയോ? ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയെ ഉപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറെ മെറ്റൽ കോട്ട് ചെയ്യാം. അതിന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയാം.
അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് കോട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പെയിൻറ് അടിക്കാം അല്ല, നോർമലി കൈകൊണ്ട് പെയിൻറ് അടിക്കാം. പക്ഷേ ആ പെയിൻറ്റിൻ്റെ പ്രത്യേകത ഒന്ന് ഉരಸಿ കഴിഞ്ഞാൽ പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറെ മെറ്റൽ കോട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ കോപ്പറിൻ്റെ മേലെ ഞാൻ സിൽവർ കോട്ട് ചെയ്തു. എങ്ങനെ? യൂസിങ് ഇലക്ട്രിസിറ്റി. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്ന് പറയാം. മലയാളത്തിൽ എന്ത് പറയും? വൈദ്യുത ലേപനം. ഓക്കെ, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഡെഫിനേഷൻ നോക്കിക്കോടാ. ദ പ്രോസസ് ബൈ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എ തിൻ കോട്ടിംഗ് ഓഫ് എ പെർട്ടിക്കുലർ മെറ്റൽ ഓൺ അതർ മെറ്റാലിക് ഒബ്ജക്ട്സ്. വൈദ്യുതി ഉപയോഗിച്ച് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കുന്നതിനെ വൈദ്യുത ലേപനം എന്ന് പറയുന്നു, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയും. ഐഡിയ കിട്ടിയല്ലോ അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ നമുക്കൊരു ചെറിയ ഡയഗ്രാം കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ. ഇതാ നോക്കിയാടാ, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഡയഗ്രാം ഏകദേശം ഇതേ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ കോട്ട് ചെയ്യേണ്ട സ്പൂൺ. ഇപ്പോൾ ഇത് ഒരു കോപ്പറിൻ്റെ സ്പൂണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അത് നെഗറ്റീവിൽ കണക്ട് ചെയ്യും. നെഗറ്റീവിൽ വാങ്ങിക്കുന്ന ആളെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കൊടുക്കുന്ന ആളെപ്പോഴും പുണ്യവാനാണ്, പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. കണ്ട, പോസിറ്റീവ് ആരാണ് നമ്മൾ സിൽവറിൻ്റെ കോട്ടിങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സിൽവറിൻ്റെ ഒരു കഷ്ണം തൂക്കിയിട്ടു. വേണ്ട, സിൽവറിൻ്റെ കഷ്ണം സസ്പെൻഡ് ചെയ്തു, അത് പ്ലസിൽ കണക്ട് ചെയ്തു. ഇനി ഈ സൊല്യൂഷൻ ഉണ്ട്, ഇതെന്തായിരിക്കും? സിൽവറിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ഇതിൻ്റെ കെമിസ്ട്രി ഒക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ പഠിച്ചോളും. തൽക്കാലം ഡയഗ്രാം മാത്രം പഠിച്ചു വയ്ക്കുക. ഇതായിരിക്കും അറേഞ്ച്മെൻറ്റ് വരാം. ഇനിയിപ്പോൾ ഇവിടെ ഈ കോപ്പറിൻ്റെ സ്പൂണിൻ്റെ മേൽ സിൽവറിന് പകരം ഗോൾഡ് കോട്ട് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇവിടെ ഗോൾഡിൻ്റെ ഒരു പീസ് തൂക്കിയിടും. ഗോൾഡിൻ്റെ ഒരു കഷ്ണമായിരിക്കും ഉണ്ടാവും കേട്ടോ. ഗോൾഡിൻ്റെ കഷ്ണമായിരിക്കും. ഈ സൊല്യൂഷൻ എന്തായിരിക്കും വരാം? ഗോൾഡിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും വരാം. ആ രീതിയിൽ മാത്രമേ മാറ്റം വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചു വയ്ക്കുക. സെറ്റാണല്ലോ പറഞ്ഞ കാര്യം. ഇനി അടുത്ത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അടുത്ത യൂസേജ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, അടുത്തൊരു എക്സാമ്പിളാണ് എന്ത്? ഇലക്ട്രോളിസിസ് എന്ന് പറയും, വൈദ്യുത വിശ്ലേഷണം. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ എന്താണ്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് സംഭവം നടത്തുന്നു അല്ലേ. ഇവിടെ ഇലക്ട്രിസിറ്റി ഒരു സംഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തു, ആ ഒരു ലൈന് അതിലൂടെ വൈദ്യുതി കടന്നു പോവുകയാണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. അങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ആ സൊല്യൂഷന് സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോളിസിസ് എന്ന് പറയാം. നോക്കിയാൽ, ദ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഡികമ്പോസിഷൻ ബൈ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ചേഞ്ച് വേണമെങ്കിലും ആവാം. ഇവിടെ നമ്മൾ പറയുന്ന ചേഞ്ച് എന്താ? ഡികമ്പോസിഷനാണ്. അതായത് വിഘടിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുക്കാൻ ശ്രമിച്ചോട്ടോ. H2O, വാട്ടർ എടുത്തു. ഞാൻ വാട്ടറിനെ ഒരു ബീക്കറിൽ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ പ്ലസും മൈനസൊക്കെ കൊടുത്തിട്ട് ഞാൻ വേഗത്തിൽ പറയുന്നതാണ് മക്കളെ, പ്ലസും മൈനസൊക്കെ കൊടുത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? H2 എന്ന് പറയുന്ന ആൾ ഡികമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനായിട്ട് മാറും. H2 എന്ന് പറയുന്ന വാട്ടർ അതിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഈ ചേഞ്ച് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡികമ്പോസിഷൻ സംഭവിച്ച ആർക്ക്? വാട്ടറിന്. H2 എന്ന് പറഞ്ഞ ആൾക്ക് ചേഞ്ച് ഉണ്ടായി. H2 എന്ന ആൾ ഹൈഡ്രജനും ഓക്സിജനായിട്ട് മാറി, ഡികമ്പോസിഷൻ സംഭവിച്ചു, വിഘടനം സംഭവിച്ചു. അതാണ് എന്ത്? ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ? ദ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഡികമ്പോസിഷൻ ബൈ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം, ശ്രദ്ധിച്ച് പഠിക്കാട്ടോ അത്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇലക്ട്രോളിസിസ് വരെ പറഞ്ഞു. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങളല്ലേ? ഞാൻ ഈ പറഞ്ഞ കേസുകളിൽ എന്താണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാണ് ചെയ്തത്. അതായത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട്. ഇനി പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് നെക്സ്റ്റ് വരുന്നത്. അതിനെ വിളിക്കുന്നത്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടത്തിക്കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും. ഇലക്ട്രോ കെമിക്കൽ സെൽ, വൈദ്യുത രാസ സെല്ലുകൾ എന്ന് പറയും. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു? വൈദ്യുതി ഉണ്ടാകുന്നു, പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, സോ ലിസൺ, ഇവിടെ നോക്കിയാടാ, നമ്മളൊരു അറേഞ്ച്മെൻറ്റ്, ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ ഞാൻ രണ്ട് മെറ്റൽ ഏതൊക്കെയാണ്? സിങ്കും അതേപോലെ കോപ്പറും. രണ്ട് മെറ്റൽസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ, സിങ്കും കോപ്പറൊക്കെ. സിങ്ക് ആൻഡ് കോപ്പർ 2 മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്, തൂക്കിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡ്, ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡിൽ മുക്കി വെച്ചിരിക്കുക കേട്ടോ. സിങ്കിനെയും കോപ്പറിനും എന്ത് ചെയ്തു? ഒരു ആസിഡിൽ മുക്കി വെച്ചിട്ടാണ്
രണ്ടുപേരെയും വയർ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാണ്. തൽക്കാലം ഈ സ്വിച്ച് ഓഫാണെന്ന് കരുതുക, ഓണല്ല. ഒരു ബൾബ് വെച്ചു, LED ബൾബ് വെച്ചു. ഇനി ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ഈ ബൾബ് ഗ്ലോ ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ബൾബ് ഗ്ലോ ചെയ്യാൻ കാരണം? ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടായതുകൊണ്ട്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ വൈദ്യുത രാസ സെല്ലുകൾ എന്ന് പറയുന്നത്. ഐഡിയ ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കാണാം, നമുക്ക് പറയണം വേറെ ഒന്നല്ല. ഇലക്ട്രോ കെമിക്കൽ സെൽ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. അതിനേക്കാൾ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെഫിനേഷൻ ഒന്ന് പഠിക്കാം. ശ്രദ്ധിച്ചിരുന്നേടാ, ദ അറേഞ്ച്മെൻറ്റ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആർ നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ സെൽ. കണ്ട, രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസ സെല്ലുകൾ. ദ അറേഞ്ച്മെൻറ്റ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആർ നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ വി ക്യാൻ ഗോ ടു എക്സാമ്പിൾ. ബാറ്ററി മെയ്ഡ് ഓഫ് ലെമൺ. നിങ്ങൾക്ക് വീട്ടിലുണ്ടാകുന്ന കാര്യമാണ് കേട്ടോ, വീട്ടിൽ ചെയ്യാവുന്നതാണ്. അത് വരുന്നു കേട്ടോ. നമ്മുടെ ചെറുനാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെൽ ഉണ്ടാക്കാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടാക്കാം. കാരണം നോക്കിയാൽ നേരത്തെ നമ്മൾ എടുത്തില്ലേ സിങ്കും കോപ്പറും, ആ സിങ്കും കോപ്പറും മതി. ഇവിടെ ഒരു സിങ്ക്, ഇത് കോപ്പർ, ഇത് സിങ്ക് കോപ്പർ, സിങ്ക് കോപ്പർ, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, തൽക്കാലം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ക്ലാസ്സിൽ കാണിച്ചു തന്നിരുന്നു. ഓക്കെ, തൽക്കാലം ഇവിടെ ഞാൻ അത് കാണിക്കുന്നില്ല, കാരണം നമുക്ക് ചെറിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ചെറുതായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണിക്കാത്തത്. ഓക്കെ, നോക്കിയടാ, LED കണ്ടോ? ഇതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് LED ബൾബ് കത്തും. എന്തുകൊണ്ടായിരിക്കാം? ലെമണിൽ എന്തുണ്ട്? ഒരു ആസിഡ് ഉണ്ട് അല്ലേ? നേരത്തെ നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എടുത്ത പോലെ ഈ ലെമണിൻ്റെ ഉള്ളിലുള്ള ആസിഡ് ആരാ? നിങ്ങൾക്ക് അറിയാലോ, അതാണ് സിട്രിക് ആസിഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഒരു നമുക്ക് മാൻ മെയ്ഡ് ബാറ്ററി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു സെല്ലാണ്, ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? ദെൻ ഇനി നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെല്ലുകളുടെ എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തെ ആളാണ് ഡ്രൈ സെൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഈ സെല്ല്? കണ്ടിട്ടുണ്ടോ? ഡ്രൈ സെൽ എവിടെ ഉപയോഗിക്കുന്ന? റേഡിയോസ്, ക്യാമറ, ക്ലോക്ക്, ടോയ്, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. രണ്ടാമത്തെയാണ് മെർക്കുറി സെൽ. നമ്മുടെ വാച്ചുകളിലൊക്കെ, ഈ വാച്ചിലല്ല ചില വാച്ചുകളിലൊക്കെ ഉണ്ടായിരിക്കും എന്ത്? മെർക്കുറി സെൽ എന്ന് പറയും. ബട്ടൺ കണ്ടല്ലേ? ബട്ടൺ. അതെവിടെ ഉപയോഗിക്കുന്ന? വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്. അതിൻ്റെ പേര് പഠിച്ചു വയ്ക്കാം മക്കളെ. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ട ആ സംഭവം അറിയാൻ എന്താണ്, പക്ഷേ അതിൻ്റെ പേര് പഠിച്ചു വയ്ക്കണം. ഇത് ഡ്രൈ സെല്ലാണ്, ഇത് മെർക്കുറി സെല്ലാണ് കേട്ടോ. ബട്ടൺ മെർക്കുറിയാണ്, മെർക്കുറി സെൽ. പിന്നെ എന്താ നോക്കിയാൽ നിങ്ങളുടെ കാറിലും റീചാർജിങ് ടോർച്ച്, ക്യാമറ, പിന്നെ വണ്ടികളിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതാണ് നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയും, നിക്കൽ കാഡ്മിയം സെൽ. അതേപോലെ ലിത്തിയം അയോൺ സെൽ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. റീചാർജ് ചെയ്യാൻ പറ്റും. ലിത്തിയം അയോൺ സെല്ലിൻ്റെ പ്രത്യേകത റീചാർജ് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിക്കാണ് കേട്ടോ അത്, അതാണ് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷേ ഇതങ്ങനെയല്ല, ഇതിൽ നമ്മൾ ആസിഡാണ് ഉപയോഗിക്കുന്നത്, നിക്കൽ കാഡ്മിയം. ഇത് വ്യത്യാസമുണ്ട് ഇതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ എന്തായാലും പഠിച്ചു വയ്ക്കണം. ഈ എക്സാമ്പിൾസും നിർബന്ധം പഠിക്കണം, കാരണം എക്സാമിന് 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, അപ്പോൾ നമുക്കിനി ലാസ്റ്റ് 2 ടോപ്പിക്സ് ആണുള്ളത് പഠിക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണോന്ന് എൻഡോർജിക് റിയാക്ഷൻ എന്ന് പറയും, ഊർജ്ജ ആഗിരണ പ്രവർത്തനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകളിൽ അതെന്താണ്? ഫോട്ടോ ലൈറ്റാണ്, തെർമോ ഹീറ്റാണ്, ഇലക്ട്രിസിറ്റിയാണ്. എല്ലാം അതും എന്താണെന്ന് അറിയോ? എനർജിയാണ്, ഊർജ്ജമാണ്. എന്ത് ഫോം ആയാലും എല്ലാം എന്താണ്? എനർജിയാണ്. ലൈറ്റ് എനർജി എന്ന് പറയുന്ന, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നുണ്ട്, ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. സോ ഓൾ ആർ എനർജി, ഊർജ്ജമാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയി പറയുകയാണെങ്കിൽ എൻഡോർജിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഊർജ്ജ ആഗിരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് എനർജി ആർ നോൺ ആസ് എൻഡോർജിക് റിയാക്ഷൻസ്. ഊർജ്ജത്തെ ആഗിരണം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? എൻഡോർജിക് ആണ്. ദ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് എനർജി, അത് ഏത് എനർജി വേണമെങ്കിലും ആവാം കേട്ടോ. ഓക്കെ, ഹീറ്റ് എനർജിയോ ലൈറ്റ് എനർജിയോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും എനർജീനെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും നമ്മൾ? എൻഡോർജിക് എന്ന് പറയും. എക്സാമ്പിൾ നോക്കിയാൽ ഹീറ്റിംഗ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ആണത് എക്സോർജിക് റിയാക്ഷൻസ്, ഊർജ്ജ മോചക പ്രവർത്തനങ്ങൾ. എന്തായിരിക്കാം? ഹീറ്റിനെ അല്ലെങ്കിൽ എനർജീനെ ലിബറേറ്റ് ചെയ്യുക, ഓക്കെ, പുറത്തേക്ക് വിടാം. റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് എനർജി ആർ നോൺ ആസ് എക്സോർജിക് റിയാക്ഷൻസ്. എക്സോ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വിടാന്ന് പറയുന്നത്. എക്സോതെർമിക് പറഞ്ഞില്ല നേരത്തെ. എക്സോർജിക് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഐഡിയ പഠിച്ചു വയ്ക്കുക കേട്ടോ. പുറത്തേക്ക് വിടുന്നത് എനർജീനെ. ഊർജ്ജം പുറത്തു വിടുന്ന രാസപ്രവർത്തനങ്ങളാണ് ഊർജ്ജ മോചക പ്രവർത്തനങ്ങൾ. എക്സാമ്പിൾ നോക്കിയാൽ റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ലേ Mg+HCl, അത് എന്തിന് എക്സാമ്പിളാണ്? ഹീറ്റ് പുറത്ത് വരുന്നില്ലേ? സോ അത് എക്സോർജിക് ആണ്. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞ കാര്യങ്ങൾ മക്കളെ? അപ്പോൾ നമ്മുടെ 3rd ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ചാപ്റ്റർ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, ഏത് എക്സാം ആയാലും നന്നായിട്ട് പഠിക്കുക.
അതുമാത്രമല്ല വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ മക്കളെ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ.